ഞങ്ങളുടെ കുമ്പളങ്ങ കൃഷി, പടവലങ്ങ കൃഷിയൊക്കെ ഒന്ന് കാണാൻ വന്നത്. കുറച്ച് ദിവസമായി ഞങ്ങൾ ഇതുവഴി വന്നിട്ട്. ഇത് പടവല കുമ്പളങ്ങ പടന്ന് കയറിയിട്ടുണ്ട്. ഇതിൽ പൂവൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഞങ്ങൾ ചക്ക പറിക്കാൻ പോവാണേ. ഇട കയറുന്നുണ്ടോ? നല്ല വിളഞ്ഞ് ഇട്ടാൽ മതി കേട്ടോ. ആ ഏറ്റവും മേളിൽ ഉണ്ട് അവിടെ. നീറുണ്ട്. മേളിൽ ചക്ക പറിക്കാൻ കയറാൻ വലിയ പാടാണ്. നീറുണ്ട്. ആൾക്കാർ കയറിയവരെ നീറ് കെട്ടിക്കും. മണ്ടയ്ക്ക് വന്നു. താഴ്ച കുഴപ്പമില്ല. അങ്ങനെ 5-8 ചക്ക ഇട്ടെന്ന് തോന്നുന്നു. ഇറങ്ങാം. നീര് കെട്ടിക്കുന്നുണ്ടായിരുന്നു. ഇത് ചക്കയൊക്കെ പറിച്ച് ഇങ്ങനെ ഇറക്കണുണ്ട്. പറഞ്ഞാൽ സനൂപ് അല്ലേ? കൊച്ചുമോൻ. ഇവരാണ് ഞാൻ ചക്കയൊക്കെ പറിച്ചു തന്നെ കേട്ടോ. അടിപൊളി പാർട്ടികളാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കൊച്ചുമോനെ. നീ എന്താ പണിയാ? ആണോ? ഉണ്ടല്ലേ? ശരി. വീട്ടിലെ ഈ കാട് പറിക്കൽ അങ്ങനെ ആണോ? ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ, ശരി. ഓക്കെ എന്നാ. ഓക്കെ. വേണ്ടേ 6 ചക്ക കിട്ടി. 6 ചക്ക. ഈ ഒരെണ്ണം താഴോട്ട് വന്ന് വീണങ്ങ് പൊട്ടിപ്പോയി. അത് ഞങ്ങളിപ്പോൾ വേവിക്കാൻ പോകണേ. ഇതിപ്പോൾ 6 ചക്ക, 4 ചക്ക അമ്മർക്ക് കൊടുത്തു. അമ്മർക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, ചക്ക കൊടുത്താൽ മതി. അപ്പോൾ അവർ 4 ചക്ക കൊണ്ടുപോയി. ഇതുപോലെ തന്നെ ഉള്ള ചെറിയ ചക്കകൾ. വലിയ വലിപ്പമൊന്നുമില്ല ചക്കയ്ക്ക്, എന്നാലും വേവിക്കാൻ നല്ല ചക്കയാണ്. അങ്ങനെ ഞങ്ങൾ ചക്ക വെട്ടി വേവിക്കാൻ പോവാണേ. അങ്ങനെ ചക്ക മുറിച്ചു. എന്താ പഴുത്തുടങ്ങിയ? പഴുത്തോന്നല്ല സംശയം. പഴുത്തില്ല. ചക്ക വേവിക്കാൻ പോവാ. എല്ലാം ചക്കയും കൊണ്ടൊക്കെ ആൾക്കാർ പോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് നിങ്ങൾ 3-4 ചക്കയൊക്കെ ഇട്ടായിരുന്നു. എന്നിട്ട് കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇതിപ്പം നല്ല മൂത്ത ചക്കയാ. ഇതിപ്പോൾ അത് നല്ല പഴുപ്പിക്കാൻ പറ്റുക. ഇതെല്ലാം മൂത്തതാ. പഴുപ്പിക്കൊന്നും വേണ്ട, ഇനി വേവിക്കാം. ഇത് റെക്കോർഡിംഗ് അല്ലേ? റെക്കോർഡിങ്. ചക്കേ ഇവിടെ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അവൻ ഇവിടെ ചക്കയുടെ ചോളയും കാത്തിരിക്കുകയാണ്.
ഇവനിവിടെ ഒന്നും അറിയാത്ത പോലെ വന്നിരിക്കുകയാണ്. ഇവനുണ്ടല്ലോ, എടാ ചുങ്കി നിനക്ക് ചക്ക വേണോ? ചക്ക ചക്ക ഇരിക്കുന്ന ഇരിപ്പുണ്ടോ? അവന് ഇത് തിന്നിട്ട് പിന്നെ പച്ചച്ചക്ക തിന്നുവേ, എന്നിട്ട് പിന്നെ അവിടെ ഇവിടെ എല്ലാം ഛർദ്ദിച്ചു വെക്കും. ഇതിപ്പോൾ തീറ്റ തുടങ്ങും. ഒരു ചുള ഇങ്ങോട്ട് ഇടാൻ തുടങ്ങുമ്പോൾ അവന് വേണമെന്നും പറഞ്ഞ് വരും. എടാ നിനക്ക് ചക്ക വേണോടാ? ചക്ക തിന്നുന്നുണ്ടോ? കൊതിയവന് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അവന് വേണ്ടാത്ത സാധനങ്ങളൊന്നുമില്ല, ചക്ക കപ്പ എല്ലാം അവന് ഇഷ്ടമാണ്. ചക്ക വെട്ടി ചക്ക വെട്ടി. അവിടെ കൂടെ ഒരാളിരുന്ന് തിന്നുന്നുണ്ട് ചക്ക. ഇതാണ് നാടൻ കാഴ്ചകൾ. ഇവിടെ ഞങ്ങളുടെ അവിടെയാണ് ആദ്യം ചക്ക ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇവിടെ ചക്ക ഉണ്ടായെന്ന് അറിയുമ്പോൾ തൊട്ട് ആൾക്കാർ വന്ന് ചോദിക്കും, ഇട്ട് തരാം, അവർക്കും കൂടെ കൊടുക്കാമെങ്കിൽ ചക്ക ഇട്ട് തരാമെന്നും പറഞ്ഞ് വരും. നമ്മുടെ ഇവിടെ ഏറ്റവും ആദ്യം ഉണ്ടോ. നമ്മളിവിടെ ഇല്ലെങ്കിലുണ്ടല്ലോ ആൾക്കാരെല്ലാം ചക്ക തന്നെ പറിച്ചുകൊണ്ട് പോകും. ചോദ്യം പറിച്ചിലൊന്നുമില്ല. ഇത് ചക്ക വേവിക്കാൻ വേണ്ടി റെഡിയാക്കുകയാണ്. ഇത് ചക്ക പകുതി എടുത്ത് പകുതിയുടെ ഇരിപ്പുണ്ട്. എന്നിട്ട് ഞങ്ങളിന്ന് വേവിക്കാൻ പോകും. ഒരാൾ ഇവിടെ ചക്ക തിന്നാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ജന്തുവാണ്. പിന്നെ ഒരു കഷ്ണം കൂടെ കൊടുത്തൊരു ചെറിയ കഷ്ണം ചക്ക തിന്നുന്നത് കാണിച്ചിരുന്നു. കുഞ്ഞ് കയ്യിലൊന്നും വെച്ച് കൊടുത്ത് അവന് വേണ്ട. അട്ടോ ചക്ക തിന്നുന്ന പട്ടീനെ കണ്ടിട്ടുണ്ടോ? പച്ചച്ചക്ക തിന്നുന്ന പട്ടീനെ കണ്ടിട്ടുണ്ടോ? വേടാ ഇനി കൊടുക്കാമെങ്കിൽ ഇനിയും തിന്നുവൻ. അങ്ങനെ ഞങ്ങള് ചക്കയെല്ലാം പൊളിച്ച് അടത്തിയെടുത്തു. ഇതിപ്പോൾ ഒരാൾ അരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇനിയിപ്പോൾ ഉച്ചയായി. അപ്പോൾ ഇനി ഇത് ഉച്ചയ്ക്ക് ചോറ് വേണ്ട, ചക്കയാക്കാമെന്ന് വിചാരിച്ചു. ചക്കയുടെ കൂടെ ചമ്മന്തി ഇനി ഉണ്ടാക്കണം. ഇനി തേങ്ങ പൊതിക്കാൻ പോവാം. അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം അടുത്ത ചക്ക, ഇപ്രാവശ്യത്തെ സീസണിലെ ആദ്യത്തെ ചക്കയല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസം വന്ന് കുറെ ചക്കയൊക്കെ ഇട്ട് വേവിച്ചു. അതത്രയും മൂത്തിട്ടില്ലായിരുന്നു. ഇതിപ്പോ നല്ലപോലെ മൂത്ത് പോയി. ഞങ്ങള് എറണാകുളത്ത് വീട്ടിലൊക്കെ കൊണ്ടു കൊടുത്തായിരുന്നു ചക്കയൊക്കെ. അന്ന് തൊട്ട് 5-6 ഇന്നിപ്പം എത്ര തൊട്ട് 10 ഇട്ടു. 4 അവർ കൊണ്ട് 6 ഞങ്ങൾക്ക് കിട്ടി. അത് മേളിലും കയറി നമ്മളെ കൊണ്ടൊന്നും പറിക്കാൻ നടക്കുകയൊന്നുമില്ല. അത്ര പൊക്കത്തിലായിരുന്നു. ഇവിടെയാണ് മിക്കവാറും ചക്ക ആദ്യം ഉണ്ടാകുന്നത്. ആദ്യം ഉണ്ടാകുന്ന പൊക്കത്തുള്ളതൊക്കെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ വന്ന് ഇട്ട് തരും നമുക്ക്. ഇങ്ങനെ വേണ്ടിയവരുണ്ടാവേ. അപ്പം ഞങ്ങൾ ചക്ക എടുത്ത് ഞങ്ങൾക്ക് തരുവാണെങ്കിൽ ഞങ്ങൾ ഇട്ട് തരാമെന്നും പറഞ്ഞ് വരും. അങ്ങനെ നമുക്ക് ചക്ക കിട്ടി. അങ്ങനെ വേവിച്ചിട്ട് കാണിക്കാം, വേവിക്കുന്നതൊക്കെ കാണിക്കാം. ഓക്കെ. ചക്ക അരിഞ്ഞു കഴിഞ്ഞേ, ചക്ക അരിഞ്ഞു നോക്കിക്കേ. ഒരു കഷ്ണം ബാക്കിയുണ്ട്. ചക്ക പകുതി എടുത്തോളൂ കേട്ടോ, കുറച്ചും കൂടെ ബാക്കിയുണ്ട്. ഇത് മതിയെന്ന് വിചാരിച്ചു. അടുത്ത സാധനം ഇതൊരു അടിപൊളി കത്തിയാണ്. ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് വാങ്ങിച്ച കത്തിയാണ്. ചമ്മന്തി, മാങ്ങായും തേങ്ങായും കൂടെ ചമ്മന്തി അരയ്ക്കാൻ പോവുക. ബ്ലസ്സി വേണോ? മാങ്ങാ ചമ്മന്തിയും ചക്കയും. ബ്ലസ്സിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചക്ക വേവിച്ചു കേട്ടോ. ചക്ക വേവിച്ചു. ഇതേ റെഡി. തേങ്ങയൊക്കെ അരച്ച് ചേർത്ത്. പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും കാണിച്ചില്ല കേട്ടോ. ചക്ക ഞങ്ങളങ്ങ് ഉണ്ടാക്കി. തേങ്ങ ചേർക്കുമ്പോഴൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. ചക്ക ഏതായാലും വേവിച്ചു. ഈ കഴിക്കാനുള്ള പരിപാടിയാണ്. തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മാങ്ങയും തേങ്ങയും കൂടെ അരച്ച് ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. അടിപൊളി ചമ്മന്തി. ഇച്ചിരി വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഉള്ള എണ്ണയെല്ലാം കൂടെ കഴിച്ചിട്ട് പ്രശ്നമുണ്ടെന്ന് ഞാൻ ചോദിച്ചില്ല. ആവശ്യമുള്ളവർ ഒഴിക്കുക, കഴിക്കുക. മാങ്ങ ബാക്കിയുണ്ട്. അത് ഞാൻ ചുമ്മാ അങ്ങ് പിക്കിളിടുക. വെളുത്തുള്ളി അങ്ങ് ഇടുന്നില്ല. ചുമ്മാ അങ്ങ് മാങ്ങാപ്പിക്കിൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള അതിനുള്ളതേ ഉള്ളൂ. എന്നാലും ചുമ്മാ അങ്ങ് ഉണ്ടാക്കുക. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ചുമ്മാ കുറച്ച് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അധികമൊന്നുമില്ല. ഒരു മാങ്ങ ഇപ്പോൾ ചമ്മന്തി എടുത്തതിൻ്റെ ബാക്കി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. കടുകിട്ടു ഇടാൻ പോവാണ്. കുറച്ച് കടുകിട്ടു.
എളുപ്പം ഉണ്ടാക്കുവാണ്. ഞാൻ വെളുത്തുള്ളി പോലും നന്നാക്കിയിട്ടില്ലാതെ വെറുതെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ തീരുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ വെളുത്തുള്ളിയൊന്നും നന്നാക്കി ഇടുന്നില്ല. ഇനി കുറച്ച് ഉലുവ ഇടുവാണ്. ഉലുവ ഇട്ടു. ഒന്ന് മൂക്കുമ്പോഴത്തേക്കും ഞാനങ്ങ് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞളും ഇടാൻ പോവാണ്. തീ കുറച്ചിട്ടേക്കുവാണ്. ഇച്ചിരി മഞ്ഞളിട്ടു. ഞാൻ മഞ്ഞളിട്ടു. പിരിയമുളകാണ്, കുറച്ചുകൂടെ ഇടാം. അച്ചാറല്ലേ ഇത് കഴിച്ച് കുറച്ചുകൂടെ ഇട്ടിട്ടുണ്ട്. മാങ്ങ ചേർക്കുവാണ്. മാങ്ങ ചേർത്ത് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്യാൻ പോവാം. ഞാനൊന്ന് മിക്സ് ചെയ്യണം. കുറച്ചുള്ളതെന്ന് പറഞ്ഞാൽ വലിയ മാങ്ങയായിരുന്നു കേട്ടോ. അത് കാരണം നല്ല വലുപ്പമുള്ള മാങ്ങയായിരുന്നു. അത് കാരണം കുറച്ചുണ്ട്. അത് കാര്യമില്ല. എനിക്ക് വെളുത്തുള്ളി എന്നൊക്കെ നന്നാക്കാനുള്ള മടിക്ക് ഞാൻ നന്നാക്കിയൊന്നുമില്ല. ഞാനങ്ങ് വേഗം ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ചക്കയുടെ കൂടെ കഴിക്കാനുള്ള കൊതിക്കുണ്ടാക്കിയതാണ്. അപ്പോൾ ഈ 1 കിലോ മാങ്ങയ്ക്ക് 60 രൂപയാണ്. 60 രൂപയല്ല, 80 രൂപയെന്ന്. 30-35 രൂപയുടെ ഒരു മാങ്ങയാണ് വാങ്ങിച്ചുകൊണ്ടുവന്നു. ഒറ്റ മാങ്ങ വാങ്ങിച്ചുള്ളത് 35 രൂപയായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പിടണം. ഇച്ചിരി കായപ്പൊടി ഇട്ടിട്ട് അങ്ങ് എടുക്കുക. ചെറിയൊരു വേവാവട്ടെ എന്ന് വിചാരിച്ചു. നോക്കിക്കേ, ചെറിയൊരു വേവായിട്ടങ്ങ് എടുക്കുക. കുറച്ച് കായപ്പൊടി, കായത്തിൻ്റെ അടപ്പ് തന്നെ പറഞ്ഞു പോകുന്ന. കുറച്ച് ഉപ്പിടുവാണ്. വേണമെങ്കിൽ ഇടാം. ഉപ്പിട്ടു. കായം കുറച്ച് ചേർക്കുക. കായവും ചേർത്തു. ചെറിയൊരു വേവ് ആവുന്നവരെ ചെറുതായിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. എനിക്കിഷ്ടമാണ് ചെറുതായിട്ടൊന്ന് വേവിച്ച്. ഇനി അത് എടുക്കുവാണ്, നിർത്തുക. അങ്ങനെ ചക്കയും മാങ്ങാച്ചാറ് പിന്നെ മാങ്ങാ ചമ്മന്തിയും റെഡി. കഴിക്കാൻ പോവാണേ. ഇത് 3ഉം എടുത്ത് കഴിക്കാൻ പോവാം. കൊതി വരുന്നുണ്ടോ ആർക്കെങ്കിലും? പാഴ്സൽ വേണോ? അങ്ങനെ ഞങ്ങളുടെ അച്ചാറും റെഡി. ഇത് കഴിക്കാൻ പോവാണ്. നോക്കിക്കേ, അച്ചാറോ. നല്ല ചൂടാണ്. ശരിയായി കിട്ടിയാൽ ഭാഗ്യം. ഇപ്പം മഴ പെയ്തിട്ട് ഏകദേശം 1 മാസത്തോളം ആയെന്ന് എനിക്ക് തോന്നുന്നു. എവിടെയെല്ലാം പൂവിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ശക്തമായിട്ടൊക്കെ വരുന്നുണ്ട്. അറിയില്ല എങ്ങനെ ആവുമെന്ന്. ഇന്ന് ശരിക്കൊക്കെ ഒന്ന് കയറ്റി വിടട്ടെ. പടവലമുണ്ട്. പടവലം എങ്ങനെയാണ് ഇതാണെന്നൊന്നും അറിയത്തില്ല. ഇവിടെ കാണിച്ചൊരു പടവലം ഒന്ന് കിളിച്ച് വന്നായിരുന്നു. പടവലം കാണുന്നില്ല. പടവലം പോയതാണ്. ഇത് പയറ. രണ്ടാഴ്ച ഇവിടെ ഇല്ലായിരുന്നുള്ളൂ. മുഴുവൻ കാടായി. വിശേഷിച്ച് വള്ളിയെല്ലാം കയറി പടർന്ന് ചെടിയെല്ലാം മൂടിക്കളയുക. ഇത് കണ്ടാൽ പടവലമാണെന്ന് തോന്നും. പക്ഷേ ഇത് പടവലമൊന്നുമല്ല. ഒരു ചുണ്ടങ്ങ പോലത്തെ ഒരു സൈസ് വള്ളിയാണ്. ഇത് തൊട്ടാൽ മേല് ചൊറിയുകയും ചെയ്യും. കുമ്പളം മാത്രമേ ഉള്ളൂ ഇപ്പോൾ കാണാൻ. ഇപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് ചിലപ്പം കാണാൻ പറ്റാത്തതായിരിക്കും. നാളെ വന്ന് നോക്കാം ഒന്നുകൂടെ. ഒക്കെ ശരിക്കും വള്ളി കയറ്റി ഇടണം. ഒരു പന്തൽ പോലൊക്കെ ആക്കി എടുത്താൽ ചിലപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
മുല്ലപ്പൂ നാളത്തേക്കേ വരത്തുള്ളൂ. ഇവിടെയൊക്കെ മുട്ടിട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ സന്തത സഹചാരിയുണ്ട്, നമ്മുടെ പട്ടിക്കുട്ടി. മേളിലൊരു പഞ്ചായത്ത് ഗ്രൗണ്ടുണ്ട്, അവിടെ പിള്ളേർ കളിക്കുന്ന ശബ്ദം. അമ്മമാരുടെ ബോൾ എപ്പോഴും ഇങ്ങോട്ട് തെറിച്ച് വീഴും. പിന്നെ ആ ബോൾ എടുക്കാനുള്ള പോക്കാണ്. ഞങ്ങളുടെ മൽബറി അങ്ങ് വളർന്നങ്ങ് പോയി. പക്ഷേ ഇത് കായൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്നില്ല. കുറേയൊക്കെ ഉണ്ടായി ഇപ്രാവശ്യം. ഇപ്പം ചൂടൊക്കെ അല്ലേ, അതൊക്കെ കഴിഞ്ഞ് നോക്കിയാൽ മതി. ആ അറ്റത്തുള്ള കമ്പയിലൊക്കെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഇങ്ങനെ വളർന്നങ്ങ് മേലോട്ടങ്ങ് പോയി കട്ട് ചെയ്ത് നിർത്തിയാൽ വിചാരിക്കുക. വേണ്ടതാണ് ഇല്ലേ, കണ്ട. ഹായ് പിങ്കി, വാ. കിണറ്റിലെ വെള്ളമൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം വലയൊക്കെ ഇങ്ങനെ ഇട്ട് ഇതിൻ്റെ അകത്ത് ഈ പുളിയുടെ ഇലയെല്ലാം കൂടെ ഇങ്ങോട്ടൊന്ന് വീഴും. അതുകൊണ്ട് വലയൊക്കെ ഇട്ട് നിർത്തിയേക്കുക. മീൻകുളം മീനൊക്കെ ഉണ്ട് അകത്ത്. ഇപ്പോൾ സന്ധ്യയായപ്പോഴും കാണാൻ പറ്റില്ല. ചക്ക വേവിച്ചു. നാട്ടിലോട്ട് വരുന്ന പോലെ ഞങ്ങൾ എറണാകുളത്തു നിന്നിട്ട് വരുന്ന ചക്ക വേവിക്കും, കപ്പ വേവിക്കും, കപ്പ പുഴുങ്ങും. ഇതേ മാങ്ങാ ചമ്മന്തി കുറച്ചുകൂടെ ഇടാം. പിന്നെ മാങ്ങാപ്പിക്കളും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി. പിന്നെ മോരും കൂടെ കൂട്ടി കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ കപ്പ? കപ്പയല്ല, ചക്ക. ഈ വെളിച്ചെണ്ണ ഒന്ന് കുറച്ച് ഒഴിക്കണമെങ്കിൽ നാടൻ വെളിച്ചെണ്ണയുണ്ട്, അപ്പോൾ ഒഴിച്ചിട്ട് കഴിക്കാം. ചക്ക വേവിച്ചത് എടുക്കുവാണ്.